ഹായ് ഹലോ കൂട്ടുകാരി, പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്ത് മീനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പറയുന്നത് തേടെന്നാണ്. പല സ്ഥലത്തും പല പേരായിരിക്കും, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിനെ കണ്ടിച്ച് കഴുകി റെഡിയാക്കി വരാം. നമുക്ക് കറി വെക്കാം. ബാ. ഹായ് ഹലോ കൂട്ടുകാരെ, മീൻ കണ്ടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് തേട് കറി വെക്കാം. ഈ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി. മുളകും ചെറിയ ഉള്ളിയും കടുക് വറുക്കാനായിട്ട് നമുക്കിടാം. കറിവേപ്പില ഇല്ല കൂട്ടുകാരെ, നാടൻ കറിവേപ്പില കിളുത്തൊക്കെ വരുന്നതേ ഉള്ളു. അപ്പോൾ വരവ് കറിവേപ്പില ഞാൻ എടുക്കത്തില്ല, അതുകൊണ്ട് നമുക്കതിലേലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തം ചെറിയ ഉള്ളിയാണ്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും ഈ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വാടി റെഡിയായി വരണം. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തേട് മീനാണ് കറി വയ്ക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മൂടി കൊണ്ട് അടയ്ക്കാം. ഗ്യാസ് ഒന്ന് ചെറിയ തീയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേട് മീനാണ് കറി വയ്ക്കുന്നത്. അത് ഇറച്ചി കണക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറച്ചി പോലെ തേടുമീൻ കറി വെച്ച് പിണംപുളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് നമുക്ക് വെച്ച് എടുക്കാം. നമുക്ക് ഈ മൂടി ഒന്ന് എടുത്ത് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ ഇടുമ്പോൾ കൂടിപ്പോവരുത്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചിട്ട് ശകലം കുരുമുളക് ശകലം കൂട്ടാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മീൻ പറക്കിയിടാം. തല എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. ഹായ് കൂട്ടുകാരെ, എൻ്റെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നെയ്യ് തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് ഇറക്കി വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, തേട് മീൻ കറി ഇറച്ചി വെച്ചതുപോലെ തേട് കറി വെച്ചു. പച്ചടി, ബീട്രൂട്ട് പുളിശ്ശേരി. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം.
പുളിശ്ശേരി, സൂപ്പർ സൂപ്പർ. തേട് മീനാണ്. കറിയും മീനും ശകലം നോക്കാം. ചൂട്. ഞാൻ ഈ മീൻ കഴിക്കത്തില്ല, അത് ഇപ്പോഴും കഴിക്കും. സൂപ്പർ. ടാറ്റാ.